മലയാളത്തിലെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഒന്നാണ് ഏഷ്യാനെറ്റ്. മലയാളത്തിലെ ആദ്യകാല വിനോദ ടെലിവിഷൻ ചാനലുകളിൽ ഒന്നുകൂടിയാണ് ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റ് ചാനൽ ഈ കാലയളവിൽ യൂട്യൂബിലും വളരെ സജീവമാണ്. ഇപ്പോൾ നിലവിൽ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിന് സംഭവിച്ചത് എന്തെന്ന് അറിഞ്ഞോ? ഏതാനും വർഷങ്ങളായി മലയാളികൾ സോഷ്യൽ മീഡിയയുടെ വളർച്ച നേരിട്ട് കണ്ടതാണ്, പ്രത്യേകിച്ചും യൂട്യൂബിൻ്റെ വളർച്ച. മറ്റേതൊരു കാലഘട്ടത്തെക്കാളും പ്രത്യേകമായി കോവിഡിൻ്റെ കാലഘട്ടത്തിൽ എല്ലാ ടെലിവിഷൻ ചാനലുകളും വിനോദ പരിപാടികൾ തയ്യാറാക്കുന്ന അവരവരുടെ യൂട്യൂബ് ചാനലുകളുമായി രംഗത്തെത്തിയിരുന്നു. ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലും ഇത്തരത്തിൽ വളരെയേറെ ശ്രദ്ധേയമാണ്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചില പ്രോഗ്രാമുകളും ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന പ്രോഗ്രാമുകളുടെ പ്രമോകളും ഒക്കെയാണ് ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനൽ വഴി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പ്രേക്ഷക പിന്തുണയുടെ കാര്യത്തിലും ഏഷ്യാനെറ്റിൻ്റെ സോഷ്യൽ മീഡിയ ചാനലുകൾ പിന്നിലല്ല. മലയാളത്തിൽ ടെലിവിഷൻ റേറ്റിംഗിൽ മുന്നിൽ നിൽക്കുന്ന ചാനലാണ് ഏഷ്യാനെറ്റ്. ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനൽ 10 മില്യൺ കടമ്പ കടന്നിരിക്കുന്നു. ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് 1 കോടി സബ്സ്ക്രൈബേഴ്സ് എത്തിയിരിക്കുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിൽ 10 മില്യൺ എന്ന കടമ്പ മറ്റു ചില വിനോദ ചാനലുകൾ കൂടി 10 മില്യൺ എന്ന കടമ്പ ഇതിനു മുൻപ് തന്നെ കടന്നിരുന്നു. 2023 മലയാളികളെ സംബന്ധിച്ചിടത്തോളം 10 മില്യൺ ചാനലുകളുടെ ചാകരയായിരുന്നു എന്ന് പറയാം. 2023 ആരംഭിച്ചത് തന്നെ KL ബ്രോ ബിജു ഋത്വിക് എന്ന ഫാമിലി ചാനലിൻ്റെ 10 മില്യൺ അച്ചീവ് ചെയ്തതിന്റെ വാർത്തകളോട് കൂടിയായിരുന്നു. ഇപ്പോഴിതാ 2023 അവസാനിക്കാൻ പോകുന്നതും ഒരു 10 മില്യൺ ചാനലിന്റെ വാർത്തയോടുകൂടി ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനൽ 10 മില്യൺ അച്ചീവ് ചെയ്തിരിക്കുന്നു. ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ മലയാളികൾക്ക് ലഭിച്ചത് 4 10 മില്യൺ ചാനലുകളാണ്. ഇക്കൂട്ടത്തിൽ കഴിഞ്ഞ ജനുവരിയിൽ KL ബ്രോ ബിജു ഋത്വിക് ചാനലും അതിനുശേഷം മലയാളികൾക്ക് സുപരിചിതമായ M4 ടെക് ചാനലും പിന്നീട് സംഗീത് കുമാർ എന്ന ചാനലും ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനലും 10 മില്യൺ കടന്നിരിക്കുന്നു. ഈ ചാനലുകൾ 10 മില്യൺ ചാനലുകൾ ആകുന്നതിന് മുൻപ് തന്നെ മഴവിൽ മനോരമയുടെ യൂട്യൂബ് ചാനലും ഫ്ലവേഴ്സിന് തന്നെ ഫ്ലവേഴ്സ് കോമഡി എന്ന യൂട്യൂബ് ചാനലും 10 മില്യൺ കടമ്പ കടന്നിരുന്നു. എന്നാൽ മലയാളത്തിൽ നിലവിൽ ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള ചാനലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ചാനലും KL ബ്രോ ബിജു ഋത്വിക് ചാനലാണ്. നിലവിൽ 37 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ചാനലിനുള്ളത്. ജനുവരിയിൽ 10 മില്യൺ ആയ ചാനലിൽ ജനുവരിക്ക് ശേഷം 27 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഈ വർഷം തന്നെ ചാനലിലേക്ക് എത്തിയത്. ഏതായാലും 2023 അവസാനിക്കുമ്പോൾ ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് ഏറെ സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ് ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനൽ 10 മില്യൺ ചാനൽ എന്ന കടമ്പ കടന്നിരിക്കുന്നു എന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക.